أعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم. يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹാധനീയരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. വീണ്ടും ഒരു റമദാൻ കൂടി നമ്മുടെ പടിവാതിൽക്കലേക്ക് എത്താനായിരിക്കുന്നു. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് റമദാനിലേക്ക് നമുക്ക് പ്രവേശിക്കാനായി ബാക്കിയുള്ളൂ. നമ്മുടെ നാട്ടിൽ റമദാനിനെ സ്വീകരിക്കാനായുള്ള ഒട്ടേറെ പ്രോഗ്രാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രത്യേകമായ മീറ്റിങ്ങുകൾ കൂടി ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇഫ്താറിൻ്റെ ഉത്തരവാദിത്തവും അതുപോലെ തന്നെ പള്ളിയുടെ മെയിൻ്റനൻസും ഒക്കെയായി പല നിലക്കുള്ള ചർച്ചകൾ പള്ളികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇനി സംഘടനാപരമായി നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗങ്ങളിലും അഹ്ലൻ റമദാൻ പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ആളുകളെ ഒന്ന് ബോധവൽക്കരണം നടത്തുക എന്ന നിലക്ക് ആ ഒരു ഭാഗത്തുകൂടിയും റമദാനിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം റമദാനിൻ്റെ മുന്നോടിയായി കൊണ്ടുള്ള ഓഫറുകളിലൂടെയാണ് അവർ റമദാനിനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംസാരത്തിൽ റമദാനിൻ്റെ മുന്നോടിയായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവിടെയും ചർച്ചയുണ്ട്. കൂടുതൽ സാധനങ്ങൾ വാങ്ങിവെക്കുന്നതിനെക്കുറിച്ചും അതുപോലെ തന്നെ തയ്യാറാക്കുന്നതിനെക്കുറിച്ചും കുടുംബത്തിൽ ഇഫ്താർ എന്നാണ് സംഘടിപ്പിക്കുക എന്നതിനെക്കുറിച്ചുമൊക്കെ വലിയ വലിയ ചർച്ചകളും ഒരുക്കങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നാടും നഗരവുമെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. പള്ളിയും കൂട്ടായ്മകളുമെല്ലാം തയ്യാറെടുത്തു കഴിഞ്ഞു. റമദാനാകുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു അതിഥിയെ സ്വീകരിക്കാനായി
എല്ലാവരും ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരുക്കം നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന ഒരു ചോദ്യമാണ് ഇന്നത്തെ ഖുതുബയിലൂടെ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാവരും ഒരുങ്ങി തയ്യാറെടുത്തുകൊണ്ട് റമദാൻ ഒന്ന് വരട്ടെ എന്നാണെങ്കിൽ അതിന് മുന്നോടിയായി ഒരു വിശ്വാസി ഒരുങ്ങേണ്ടതായ 6 കാര്യങ്ങളുണ്ട്. പണ്ഡിതന്മാർ അതിനെ കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഒരു തയ്യാറെടുപ്പ് നടത്തേണ്ടത്, എങ്ങനെയാണ് റമദാനിനെ സ്വീകരിക്കേണ്ടത്, റമദാനിന് മുന്നോടിയായി കൊണ്ടുള്ള ഒരുക്കം എങ്ങനെയായിരിക്കണം. അതിൽ ഒന്നാമത്തെ വിഷയം ആത്മീയമായ ഒരുക്കമാണ്. എല്ലാ അർത്ഥത്തിലും റമദാനിനെ ആത്മീയമായി സ്വീകരിക്കാൻ നമ്മൾ റെഡിയാവണം. റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം കരിച്ചു കളയുന്നത് എന്നാണ്. ഇപ്പോൾ നമ്മളുള്ള ശഅബാനിനും ഇനി വരാനിരിക്കുന്ന ശവ്വാലിനും ഇടയിലുള്ള ഒരു മാസമായി കൊണ്ടല്ല റമദാനിനെ നമ്മൾ കാണേണ്ടത്. അറബ് മാസങ്ങളിലെ 9ാമത്തെ മാസം എന്ന് പറഞ്ഞുകൊണ്ട് നിസാരവൽക്കരിക്കേണ്ടതുമല്ല. മറിച്ച് റമദാൻ കരിച്ചു കളയുന്നതാണെങ്കിൽ എന്താണ് റമദാൻ കരിച്ചു കളയുന്നത്? റമദാൻ എന്ന വാക്കിനർത്ഥം കരിച്ചു കളയലാണെങ്കിൽ നമ്മുടെ പാപങ്ങൾ കരിച്ചു കളയാനുള്ള ഒരു അവസരമാണ് റമദാനിലൂടെ നമുക്ക് ലഭിക്കുന്നത്. തൗബയുടെ മാസമായി, ഇസ്തിഗ്ഫാറിന്റെ മാസമായി റമദാനിനെ എണ്ണുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, എന്റെ പാപം ഇതാ ഈ റമദാൻ കൊണ്ട് മാറ്റപ്പെട്ടിട്ടുണ്ട്. റമദാൻ വരട്ടെ എന്ന് പറയാനല്ല, റമദാൻ വന്നിട്ട് തൗബ ചെയ്യണമെന്നല്ല, റമദാൻ വന്നതിന് ശേഷം ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണമെന്നല്ല, റമദാൻ വരുന്നതിന് മുന്നോടിയായി കൊണ്ട് തന്നെ ഒരു ഒരുക്കം, എല്ലാ പാപങ്ങളും ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരുക്കം, അതാണ് വിശ്വാസിയിൽ ഉണ്ടാവേണ്ടത്. നിങ്ങൾക്കറിയുമോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രം ഒരുപാട് തവണ നമ്മുടെ ഈ മിമ്പറിൽ പരാമർശിക്കപ്പെട്ടതാണ്. ഒരു വെള്ളിയാഴ്ച ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയുടെ മിമ്പറിലേക്ക് കയറുകയാണ്. അതിന്റെ 1ാമത്തെ ചവിട്ടുപടിയിൽ കയറിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. 2ാമത്തെ ചവിട്ടുപടിയിൽ കയറുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറഞ്ഞു. 3ാമത്തെ ചവിട്ടുപടിയിലും പ്രവാചകൻ ആമീൻ പറഞ്ഞു. സഹാബത്തിന് പരിചയമില്ലാത്തതായിരുന്നു അത്, അങ്ങനെ ഒരു ആമീൻ പറച്ചിൽ. അതുകൊണ്ട് തന്നെ സഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആമീൻ പറഞ്ഞത്? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഞാൻ മിമ്പറിലേക്ക് കയറാനായി 1ാമത്തെ ചവിട്ടുപടിയിൽ കയറിയപ്പോൾ ആതാനി ജിബ്രീൽ, എന്റെ അടുക്കൽ ജിബ്രീൽ വരികയുണ്ടായി. എന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒരു പ്രാർത്ഥന നടത്തി, അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത്. എന്താണ് പ്രിയപ്പെട്ടവരെ ജിബ്രീൽ അലൈഹിസ്സലാം നടത്തിയ പ്രാർത്ഥനയെന്നോ? റഗിമ അൻഫ്, ഒരു പദപ്രയോഗത്തിൽ അങ്ങനെയാണ്, ഒരു മനുഷ്യന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ, അതാണ് അതിന്റെ അർത്ഥം. ഒരു ശാപത്തിന്റെ വാക്ക്. മറ്റൊരു ഹദീസിൽ ബഉദ, അവൻ വിദൂരത്തിലാവട്ടെ, അകറ്റപ്പെടട്ടെ അവൻ. ആരുടെ കാര്യത്തിലാ പറയുന്നത്? മൻ അദ്റക റമദാൻ, ഒരു മനുഷ്യന് റമദാൻ കിട്ടി, ആ റമദാനിലൂടെ പാപമോചനം നേടാൻ കഴിയാത്തവൻ, റമദാൻ എന്ന അവസരം കിട്ടിയിട്ട് അതിലൂടെ പാപമോചനം നേടാൻ കഴിയാത്തവൻ നശിക്കട്ടെ, അവൻ വിദൂരത്തിലാവട്ടെ, അവന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ, അവൻ ശപിക്കപ്പെടട്ടെ. ആരാണ് പ്രാർത്ഥിക്കുന്നത്? അല്ലാഹുവിന്റെ മുഖറബായ മലക്കുൽ മുഖറബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ജിബ്രീൽ അലൈഹിസ്സലാം. അതിനാരാ ആമീൻ പറയുന്നത്? അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറയാം. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ വിലയിരുത്തും. നമ്മുടെയൊക്കെ ജീവിതത്തിൽ 10, 20, 30 കൊല്ലങ്ങളൊക്കെ റമദാൻ അനുഭവിച്ചവരാണ് നമ്മൾ, റമദാനിലൂടെ കടിഞ്ഞുപോയവരാണ് നമ്മൾ. എന്നാൽ നമുക്ക് പറയാൻ കഴിയുമോ, ജിബ്രീൽ അലൈഹിസ്സലാം അന്ന് നടത്തിയ ആ ഒരു പ്രാർത്ഥനയിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് പറഞ്ഞ ആ ഒരു ആമീൻ പറച്ചിലിൽ ഞാനില്ല. കാരണം എന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന രൂപത്തിലാണ് ഞാൻ റമദാനിനെ സ്വീകരിച്ചിട്ടുള്ളത്, എന്റെ പാപങ്ങൾ പൊറുക്കുന്ന രൂപത്തിലാണ് റമദാനിനെ ഞാൻ അവസാനിപ്പിച്ചിട്ടുള്ളത്. എനിക്കുറപ്പുണ്ട്, ഞാൻ അത്രത്തോളം തൗബ ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ വിലയിരുത്തണം, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ടോ? വിശ്വാസികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു പറയുന്ന കാര്യം, വതൂബു ഇലല്ലാഹി ജമീഅൻ അയ്യുഹൽ മുഅ്മിനൂൻ, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. ലഅല്ലകും തുഫ്ലിഹൂൻ,
നിങ്ങൾ ഫലാഹുള്ള, നിങ്ങൾ വിജയികളാവണമെങ്കിൽ, നമ്മൾ വിജയികളാവണോ, നമുക്ക് വിജയം നേടണോ? എന്നാൽ ഏറ്റവും വലിയ വിജയം പാപമോചനത്തിൽ നിന്നുള്ള ഒരു രാജിയാവലാണ്, തിന്മകളിൽ നിന്നുള്ള ഒരു രാജിയാകലാണ്. ഒരു മനുഷ്യൻ എന്ന നിലക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിന്മകൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ആത്മീയമായി നമ്മൾ ഒരുങ്ങണം. തിന്മ ചെയ്തുകൊണ്ട് റമദാനിലേക്ക് സ്വീകരിക്കാനല്ല, മറിച്ച് തിന്മയെല്ലാം ഒഴിവാക്കാൻ, റമദാൻ വരുന്നതിന് മുന്നോടിയായിക്കൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരുന്ന പലതും സ്റ്റോപ്പ് ചെയ്യണം, കേട്ടുകൊണ്ടിരുന്ന പലതും അകറ്റിവെക്കണം. കാണാൻ ആഗ്രഹിച്ച പലതുമുണ്ട്, പക്ഷേ അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്, അതുകൊണ്ട് ഞാൻ ഇത് ഒഴിവാക്കുന്നു, തീരുമാനിക്കാൻ കഴിയണം. ആ ആത്മീയമായ ഒരുക്കത്തിൽപ്പെട്ടതാണ് നിയ്യത്ത് നന്നാക്കുക എന്നുള്ളത്. ഒരു നിയ്യത്ത് ഉണ്ടാവണം. ഈ റമദാൻ അതെന്നെ മാറ്റും, ഈ റമദാനിലൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായൊരു മാറ്റമുണ്ടാക്കും, ഈ റമദാൻ പൂർണ്ണമായി വിനിയോഗിക്കുന്ന ആളുകളായി ഞാൻ മാറും. അവിടെ ഒരു ഒരുക്കം പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആത്മീയമായ ഒരുക്കത്തിൽപ്പെട്ടതാണ് റമദാനിന്റെ മുന്നോടിയായിക്കൊണ്ട് നിരന്തരമായ പ്രാർത്ഥന. അല്ലാഹുവേ, റമദാനിനെ ഞങ്ങളിലേക്ക് നീ അടുപ്പിച്ചു തരണമേ എന്ന് പറയുന്ന ആ ഒരു തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ മുൻഗാമികളുടെ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും. റമദാനിന്റെ മുന്നേ ഒരു 6 മാസക്കാലം അവർ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, റമദാനിനെ ഞങ്ങൾക്ക് നൽകണേ, അതിൽ നന്മകൾ ചെയ്യാനുള്ള അവസരങ്ങൾ നൽകണേ, ആ നന്മകൾ കൊണ്ട് സ്വർഗം നേടാൻ കഴിയണേ എന്നിങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. റമദാൻ കഴിഞ്ഞാലോ പിന്നീടുള്ള 6 മാസം അവർ നടത്തുക റബ്ബനാ തഖബ്ബൽ മിന്നാ, റബ്ബേ ഈ റമദാനിൽ ഞങ്ങൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അത് ഞങ്ങൾ ഇത് സ്വീകരിക്കണേ, നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടുണ്ട്, സക്കാത്ത് കൊടുത്തിട്ടുണ്ട്, സദഖ കൊടുത്തിട്ടുണ്ട്, എല്ലാം ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ. ഇതാണ് നമ്മുടെ മുൻഗാമികളുടെ ആത്മീയമായ ഒരുക്കം. ആ ഒരു ആത്മീയമായ ഒരുക്കം പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഉണ്ടാവണം. രണ്ടാമത്തെ വിഷയം, രണ്ടാമത്തെ ഒരുക്കം ശാരീരികമായി കൊണ്ടുകൂടി ഒരു ഒരുക്കമാണ്. നമ്മൾ റമദാനിന്റെ മുന്നിലാണുള്ളത്. കഴിഞ്ഞ ആഴ്ചയിലും അതിന്റെ മുമ്പത്തെ ആഴ്ചയിലുമൊക്കെ ശഅബാൻ മാസത്തിന്റെ പ്രാധാന്യം നമ്മൾ വിശദീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പെടുത്തിട്ടുള്ള മാസമാണ് ശഅബാൻ മാസം. എങ്കിൽ ആ ശഅബാനിൽ സുന്നത്ത് നോമ്പുകൾ നമ്മൾ വർദ്ധിപ്പിക്കണം. റമദാനിന്റെ മുന്നോടിയായിക്കൊണ്ട് റമദാനിൽ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. ഈ ദിവസം വരെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്, വീട്ടില് ഭക്ഷണ സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ ഷോപ്പിന്റെ മുന്നിലായിക്കൊണ്ട് റമദാനിന് സ്വാഗതം എന്ന് പറയലല്ല, ഏതെങ്കിലും അഹ്റൽ റമദാൻ എന്ന് പറയുന്ന ഒരു പോസ്റ്റർ അത് നമ്മുടെ സ്റ്റാറ്റസ് ആക്കി വെക്കലല്ല, മറിച്ച് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ എന്നതിന്റെ തെളിവ് ഈ കഴിഞ്ഞുപോയ ദിവസങ്ങളിൽ ഒരു സുന്നത്ത് നോമ്പെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടോ? ഒരൊറ്റ സുന്നത്ത് അതുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഇതാ മനസ്സുകൊണ്ട് റെഡി ആയിട്ടുണ്ടെന്ന്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ആരെങ്കിലും അല്ലാഹുവിന്റെ മാർഗത്തിൽ ഒരു നോമ്പെടുത്തു കഴിഞ്ഞാൽ, ഒരൊറ്റ നോമ്പെടുത്തു കഴിഞ്ഞാൽ അവന്റെ മുഖത്തെ അല്ലാഹു 70 വർഷത്തെ വഴി ദൂരത്തേക്ക് മാറ്റുന്നതാണ് ഒരൊറ്റ നോമ്പിനുള്ള പ്രതിഫലം. ഇത് റമദാനാവണമെന്നില്ല, റമദാനിൽ മാത്രം കിട്ടുന്ന പുണ്യമല്ല, മറിച്ച് നമ്മൾ ഇന്നലെ നോമ്പെടുത്തു, ഈ പ്രതിഫലമുണ്ട്. നാളെ നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഈ പ്രതിഫലമുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിൽ ഒരു 3-4 ദിവസങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെ നമ്മൾ ഒരുങ്ങുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ശാരീരികമായി ഒരു ഒരുക്കം നിർവഹിച്ചു എന്ന് തന്നെയാണ്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഒരു പക്ഷേ കഴിഞ്ഞ റമദാനിൽ ചില കാരണങ്ങൾ കൊണ്ട് നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാകും. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആർത്തവം ഉണ്ടായതിന്റെ പേരിൽ, ഹൈദ് ഉണ്ടായതിന്റെ പേരിൽ നഷ്ടപ്പെട്ട നോമ്പുകളുണ്ട്. ആ നഷ്ടപ്പെട്ട നോമ്പുകൾ നോറ്റുവീട്ടാനുള്ള അവസരമാണിത്. ഇനിയും ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നിർവഹിച്ചേ പറ്റൂ, അത് മാറ്റിവെക്കാൻ പാടില്ല. കാരണമില്ലാതെ മാറ്റിവെച്ചാൽ അത് കുറ്റകരമായി കൊണ്ടാണ് എണ്ണിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുപക്ഷെ പുരുഷന്മാരിൽ രോഗം കൊണ്ടോ യാത്ര കൊണ്ടോ മറ്റു പ്രയാസങ്ങൾ കൊണ്ടോ കഴിഞ്ഞ റമദാനിൽ ഏതെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇനിയുള്ള 1-2 ആഴ്ചകൾ, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ ദിവസങ്ങളിൽ നമ്മളത് പൂർത്തിയാക്കണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ശാരീരികമായ ഒരുക്കത്തിൽപ്പെട്ടതാണ് ഭക്ഷണ ക്രമീകരണം എന്നുള്ളത്. നമ്മുടെ മുൻഗാമികൾ ചെയ്തിരുന്നു. ശഅബാൻ മാസത്തിൽ നോമ്പെടുക്കൽ മാത്രമല്ല, ഭക്ഷണത്തിൽ ഒരു ക്രമീകരണം നടത്തുക, മറ്റുള്ള മാസങ്ങളേക്കാൾ കൂടുതൽ ഭക്ഷണം കുറക്കുക.
നമ്മൾ പലപ്പോഴും അതിൽ കൂട്ടുന്നൊരവസ്ഥയാണ്. ഇനി റമദാൻ വരികയല്ലേ, അപ്പൊ കൂടുതൽ കഴിക്കാൻ പറ്റൂല, അപ്പൊ കിട്ടുന്ന അവസരം പരമാവധി കഴിക്കുക എന്നല്ല മുൻഗാമികൾ ചെയ്തിട്ടുള്ളത്. അവർ റമദാനിന് വേണ്ടി ഒരുങ്ങിയിരുന്നത് അവരുടെ ശാരീരികമായ ഒരുക്കത്തിൽപ്പെട്ടതാണ് ഭക്ഷണത്തിൽ കുറവ് വരുത്തുക എന്നുള്ളത്. നമ്മുടെ ശരീരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്ന രൂപത്തിലേക്ക് കുറച്ചു വന്ന് റമദാൻ വരുമ്പോൾ നമുക്കതൊരു പ്രയാസമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ നമ്മുടെ മുൻഗാമികൾ ശരീരത്തെ പാകപ്പെടുത്തിയിരുന്നു എന്നുള്ളത് ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കത്തിൽപ്പെട്ടതാണ് ഖുർആനിനു വേണ്ടിയിട്ടുള്ള ഒരുക്കം, ഖുർആനിലൂടെയുള്ള ഒരു ഒരുക്കം. ആ ഒരു നിലക്ക് ഖുർആനിന് നമ്മൾ കാണാൻ കഴിയണം. വിശുദ്ധ ഖുർആനിന്റെ പ്രത്യേകത തന്നെ, അല്ലെങ്കിൽ റമദാനിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഖുർആൻ ഇറങ്ങിയ മാസമാണ്. വിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു, ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ ഓതാനും വായിക്കാനുമുള്ള മാസമായിക്കൊണ്ട് ഈ റമദാനിനെ നമ്മൾ പ്രത്യേകം കാണണം. പ്രത്യേകിച്ച് നമ്മുടെ മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളുള്ള ശഅബാൻ മാസം, ഈ മാസത്തിന് അവർ നൽകിയിരുന്ന പേര് ഷഹ്റുൽ ഖുർആൻ. ഷഹ്റുൽ ഖുർആൻ, വായനക്കാരുടെ മാസം എന്ന. ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കാനല്ല, ഖുർആൻ വായിക്കാനായി അവർ തുടങ്ങി വെക്കും. റമദാനിന്റെ മുന്നോടിയായി കൊണ്ട് തന്നെ തുടങ്ങി വെക്കും. നമ്മളോ പലപ്പോഴും റമദാൻ വരട്ടെ, റമദാനിന്റെ ഒന്നാമത്തെ ദിവസമാവട്ടെ, ഒന്ന് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, രണ്ടിനിയും ബാക്കിയില്ലേ, ഒരാഴ്ച കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, ഇനിയും 3 ആഴ്ചയില്ലേ, ഇങ്ങനെ പറഞ്ഞ് അവസാനം റമദാനിന്റെ അവസാനത്തെ ദിവസവും കഴിഞ്ഞ് തക്ബീർ ചൊല്ലുന്ന സമയത്ത് നമ്മളിങ്ങനെ വല്ലാതെ പ്രയാസപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഈ ഒരു റമദാൻ കഴിഞ്ഞു, ഇനി അടുത്ത റമദാൻ ആവട്ടെ. അതല്ല പ്രിയപ്പെട്ടവരെ, ഇപ്പോഴേ നമ്മൾ ഒരുക്കം തുടങ്ങണം, ഇപ്പോഴേ നമ്മൾ തുടങ്ങണം. റമദാൻ വരട്ടെ എന്ന് കാത്തിരിക്കുന്ന അവസ്ഥയല്ല. നമ്മുടെ മുൻഗാമികൾ എല്ലാ ക്ലാസുകളും വരെ മാറ്റിവെക്കാറുണ്ടായിരുന്നു. അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ മാറ്റിവെക്കും, കച്ചവടത്തിന്റെ ഭാഗങ്ങളെല്ലാം കുറക്കും. എന്നിട്ട് പറയും, ഈ മാസം മുതൽ ഞാനിതാ ഖുർആനിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ മുൻഗാമികൾ റെഡിയായി. ഇനി റമദാനിന്റെ അവസ്ഥയോ? ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ മുൻഗാമികൾ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാറ്റിയ ചരിത്രങ്ങൾ. എന്നാൽ ഒരൊറ്റ ചരിത്രം മാത്രം ഓർമ്മപ്പെടുത്തട്ടെ. അബ്ബാസിയ ഖലീഫയായിരുന്ന സുൽത്താൻ ഹാറൂൺ റഷീദ്. ഈ സുൽത്താൻ ഹാറൂൺ റഷീദിന്റെ ഭാര്യയായിരുന്നു സുബൈദ. ഒരു പക്ഷേ ഇന്നും മക്കയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ സുബൈദ കനാൽ കാണാൻ കഴിയും. അന്ന് അവരുണ്ടാക്കിയ ഒരു കനാൽ, മക്കയിൽ വരുന്ന ഹാജിമാരായ ആളുകൾക്ക് വെള്ളമില്ലാത്തതിന്റെ പേരിൽ കിലോമീറ്ററുകളോളം അകലെ നിന്നുകൊണ്ട് ലക്ഷക്കണക്കിന്, അന്നേ ദിവസം ആ കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് രൂപയും സ്വർണവും ചെലവഴിച്ചുകൊണ്ട് അവരുണ്ടാക്കിയ ആ ഒരു കനാല് നമുക്ക് കാണാൻ കഴിയും. അതേ സുബൈദ ബീവിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും. അവരുടെ കൊട്ടാരത്തിൽ റമദാനായി കഴിഞ്ഞാൽ അതിനടുത്തുകൂടി ഒരാൾ പോകുകയാണെങ്കിൽ ഒരു തേനീച്ചക്കൂട്ടിന്റെ അടുത്തുകൂടി പോകുന്ന ഒരു ശബ്ദം പോലെ കേൾക്കുന്ന ചരിത്രകാരന്മാർ വിശദീകരിക്കുന്നുണ്ട്. എന്താണ് ആ മൂളക്കം എന്നറിയുമോ? സുബൈദ ബീവിയുടെ സേവകരായിട്ട് പലരുണ്ടാകും, അവരുമുണ്ടാകും. എന്നിട്ട് അവർ മാറിയിരുന്നു കൊണ്ട് ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഖുർആൻ പാരായണവും ഖുർആൻ ഓതിക്കൊണ്ട് അവരുടെ കരച്ചിലും അവരുടെ ഏങ്ങലുകളുമായിരുന്നു ഒരു കടന്നൽ കൂടിന്റെ അല്ലെങ്കിൽ തേനീച്ചക്കൂടിന്റെ മൂളക്കം പോലെ ആളുകൾ കേട്ടിരുന്നത്. അത്രത്തോളം ഖുർആനുമായിട്ട് അവർക്ക് ബന്ധമുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പരിശോധിക്കും. ഒരു കുറ്റപ്പെടുത്തലല്ല. ഈ ശബ്ദം കേൾക്കുന്നവരിൽ 30, 40, 50 വയസ്സുള്ളവരുണ്ട്. നമുക്ക് പറയാൻ കഴിയോ എന്റെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഞാൻ ഖുർആൻ മുഴുവനായി ഓതി തീർത്തിട്ടുണ്ടെന്ന്? ഒരൊറ്റ തവണ. അള്ളാന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന് 100% വിശ്വാസമുള്ളത് കൊണ്ടാ നമ്മളിവിടെ ഇരിക്കുന്നത്. പരലോകമുണ്ട് എന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാ. എങ്കിൽ ആ പരലോകത്തിനെ കുറിച്ച് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലുള്ള ചോദ്യത്തിൽ 4ാമത്തെ ഒരു ചോദ്യം കൂടി പറഞ്ഞിട്ടുണ്ട്. മൻ റബ്ബുക മാ ദീനുക മൻ നബിയുക എന്നതിനപ്പുറത്തേക്ക് 4ാമത്തെ ഒരു ചോദ്യം വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ടാ. നിന്റെ ഇമാം ആരാണെന്ന ചോദ്യം. അതിന് ഖുർആൻ നമ്മുടെ മുന്നിലുണ്ടാവണം. ഇമാം എന്ന് പറഞ്ഞാൽ മുന്നിലുള്ളവെന്ന. നമ്മുടെ മുന്നിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാവണം. നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പരിശോധിക്കും. പ്രിയപ്പെട്ടവരെ, ഇതൊരു കുറ്റപ്പെടുത്തലല്ല. നമ്മൾ എന്താ റബ്ബിനോട് പറയാൻ പോകുന്നത്?
നമുക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത്? ഒരു പക്ഷേ ഇവിടെ ഖുർആൻ ക്ലാസ്സിന് വിളിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് ന്യായങ്ങളുണ്ട് പറയാൻ. എന്റെ ജോലി തിരക്കാണ്, എന്റെ വീട്ടിലെ പ്രശ്നമാണ്, ഭാര്യയ്ക്ക് പ്രയാസമാണ്, മക്കൾ ഒറ്റക്കാണ്, എന്തെല്ലാം കാരണങ്ങൾ. എന്നാൽ ഇതിലേത് കാരണം പറഞ്ഞാലാണ് അള്ളാന്റെ മുന്നിൽ നമ്മൾ രക്ഷപ്പെടുക? നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കട്ടോ. ഏത് കാരണം പറഞ്ഞാൽ ഇപ്പോഴും ഖുർആൻ മുന്നിൽ വെച്ചുകൊണ്ട് ഓതാൻ വേണ്ടി പറഞ്ഞാൽ നമ്മൾ പിന്നിലേക്ക് തിരിയും. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല. എന്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കാത്തത്? എന്താ ഇനിയും എന്നപ്പോൾ കാത്തിരിക്കുക? ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? ഇനി നമ്മുടെ മുന്നിൽ ഒരു ജിബ്രീൽ വരുമോ? ഇനി ഒരു പ്രവാചകൻ വരാനുണ്ടോ നമുക്ക് ഖുർആൻ ഓതിത്തരാൻ? നമ്മുടെ മുൻഗാമികളൊക്കെ ആ ഖുർആൻ ഒരു റമദാനിൽ തന്നെ 4, 5, 6, 10 ഖത്തം തീർത്ത ആളുകൾ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹിയുടെ ചരിത്രം വായിക്കുമ്പോൾ 60 തവണയാണ് ഖത്തം തീർത്തതെന്ന്. 60 തവണ. ആ ഇമാം ഷാഫിയുടെ കൂടെ സ്വർഗത്തിലെത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കഴിയോ? സഹാബത്തിന്റെ അടുക്കൽ നിന്നും ദീനി കേട്ട താബികളുടെ ചരിത്രം കാണാൻ കഴിയും, സഹാബത്തിന്റെ ചരിത്രം കാണാൻ കഴിയും. അവരൊക്കെ ഖുർആനിലൂടെയായിരുന്നു ജീവിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മളൊരു തയ്യാറെടുപ്പ് നടത്തുകയാണെങ്കിൽ, ഈ റമദാനിലെങ്കിലും നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. ഖുർആനിലൂടെയുള്ള ഒരുക്കം നമുക്ക് നടത്താൻ കഴിയും. 4ാമത്തെ വിഷയം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. വൈജ്ഞാനികമായ ഒരുക്കമുണ്ടാവണം. ആത്മീയമായും ശാരീരികമായും ഖുർആനികമായി കൊണ്ടുള്ള ഒരുക്കവും മാത്രമല്ല, വൈജ്ഞാനികമായ ഒരുക്കം. അഥവാ റമദാനിന് മുന്നോടിയായിക്കൊണ്ട് റമദാനിനെ കുറിച്ചൊന്ന് പഠിക്കണം. റമദാനിന്റെ പോരിശകൾ അറിയണം. ഓരോ കർമ്മങ്ങളുടെയും മഹത്വങ്ങൾ അറിയണം. റമദാനിലുള്ള നോമ്പ് സാധാരണ നോമ്പ് പോലെയല്ല, അതിൽ പ്രത്യേകമായ പ്രതിഫലങ്ങളുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ ഈമാനോടെയും ഇഹ്തിസാബോടെയും നോമ്പെടുത്തു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ തറാവീഹിനും പുണ്യം പറയുകയാണ്. മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാനിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ, തറാവീഹ് നമസ്കരിക്കുകയാണെങ്കിൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങളല്ല പുറത്തു കൊടുക്കുന്നതാണ്. ഇഅ്തികാഫിനും പുണ്യമുണ്ട്. ഇങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ, എല്ലാത്തിനും പുണ്യം. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മൾ ആ പുണ്യങ്ങൾ പലപ്പോഴും ബാക്കിലേക്ക് പോകുന്നത് എന്ന് ചോദിച്ചാൽ, ആ പുണ്യത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും നോമ്പിന്റെ വിഷയത്തിൽ ഒരുപാട് സംശയങ്ങളിലാണ്. പ്രത്യേകിച്ച് നോമ്പിന്റെ അഹ്കാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ക്ലിയർ അല്ല. നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഇപ്പോഴും സംശയമാണ്. നോമ്പിൽ എന്തെല്ലാം കാര്യങ്ങൾ അനുവദനീയമാണ് അത് പല ആളുകൾക്കും അറിയൂല. അതുകൊണ്ടാ പലരും തലയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ നോമ്പ് മുറിയെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോഴും നല്ല തണുപ്പ് കാരണത്താൽ ഒരാൾ തല നനക്കുകയാണെങ്കിൽ അവന്റെ നോമ്പ് മുറിയുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. ഒരാൾ സാധാരണ അവന്റെ ഉമിനീരം നിറക്കിയാൽ അതുകൊണ്ട് തന്നെ നോമ്പ് മുറിയുമെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അവിടെയാണ് നമ്മൾ റമദാനിന്റെ മുന്നോടിയായിക്കൊണ്ട്, റമദാൻ വരട്ടെ എന്നല്ല, റമദാനിന്റെ മുന്നോടിയായി വൈജ്ഞാനികമായ ഒരു അറിവ്, ഒരു ഒരുക്കം നമ്മളിലുണ്ടാവുക. അറിവ് നേടാനുള്ള ഒരുക്കം. എന്തെല്ലാം സാഹചര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഫിത്ർ സക്കാത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതൊന്നും ഇപ്പോഴും പല ആളുകൾക്കും അറിയൂല. എത്ര കാലമായി നമ്മളൊക്കെ നോമ്പെടുക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോഴും ഇതുപോലുള്ള ഒരുപാട് മസ്അലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംശയങ്ങളിലാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ മുന്നോടിയായി അതിന് പറ്റുന്ന പുസ്തകങ്ങൾ വായിക്കുക, അതിന് പറ്റുന്ന പ്രസംഗങ്ങൾ കേൾക്കുക. നമുക്കെല്ലാ സൗകര്യങ്ങളുണ്ട്. ആ സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ല റമദാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ 7ഉം 10ഉം ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയാണ് പടച്ച റബ്ബേ ഞാനത് ചെയ്തത് നോമ്പ് മുറിയുന്ന കാര്യമാണല്ലോ എന്ന് തെറ്റിദ്ധരിക്കുന്ന അവസ്ഥ. അതില്ലാതിരിക്കാൻ നേരത്തെ തന്നെ അത് പഠിക്കുക എന്നുള്ളതാണ്. ഇനി 5ാമത്തെ വിഷയം, റമദാനിന്റെ മുന്നോടിയായിട്ടുള്ള ഒരുക്കത്തിൽപ്പെട്ടതാണ് സാമൂഹികമായി കൊണ്ടൊരു ഒരുക്കമുണ്ടാകുക എന്നുള്ളത്. സാമൂഹികമായി കൊണ്ട് ഒരുക്കമുണ്ടാവണം. സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അർത്ഥത്തിലും സമൂഹം റെഡിയാണ്. പക്ഷേ ആ സമൂഹത്തിലുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ വിഷയത്തിൽ ഒരു ഒരുക്കമുണ്ടാവുക. അവരെ എന്ന് നമ്മൾ നോമ്പ് തുറക്കാനായിട്ട് ക്ഷണിക്കണം. സാമൂഹികമായി കൊണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടതുണ്ട്. ഇനി അത് മാത്രമല്ല,
കുടുംബത്തിൽ വല്ല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, വ്യക്തികൾക്കിടയിൽ പിണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി നിർത്താനുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ച ഒരു ഹദീസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നതാണ്. ശഅബാൻ 15ന്റെ പ്രത്യേകത എടുത്തു പറഞ്ഞപ്പോ അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പലർക്കും പാപങ്ങൾ പുറത്തു കൊടുക്കും, 2 ആളുകൾക്കൊഴികെ എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് മുശ്രിക്കായ വ്യക്തി, അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു പുറത്തു കൊടുക്കൂല. രണ്ടാമത്തതോ മുശാഹിൻ, പകയും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ആളുകൾ. പ്രിയപ്പെട്ടവരെ, നമുക്ക് പറയാൻ കഴിയണം, എന്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല, എന്റെ മനസ്സിൽ ആരോടും വിദ്വേഷമില്ല. നമ്മളൊന്നിങ്ങനെ പരിശോധിക്കും, നമ്മുടെ കുടുംബത്തിലേക്ക് മാത്രം നോക്ക്. ആ കുടുംബത്തിൽ പലരുമായിട്ടും നമ്മൾ പിണക്കത്തിലാണ്. ഏതോ ദിവസം ഒന്നുകിൽ കുടുംബസ്വത്ത് വീതം വെച്ചപ്പോഴുള്ള തർക്കത്തിന്റെ പേരില, അല്ലെങ്കിൽ കടം വാങ്ങിയപ്പോൾ അത് തിരിച്ചു കൊടുക്കാത്തതിന്റെ പേരില, അതുമല്ലെങ്കിൽ ഒരുമിച്ച് കച്ചവടം ചെയ്തതിന്റെ പേരില, അതുമല്ലെങ്കിൽ കുടുംബപരമായ മറ്റു ചില തർക്കങ്ങളുടെ പേരില, എന്നോ നടന്ന തർക്കം ഇപ്പോഴും അകൽച്ചയിലാണ് പല കുടുംബക്കാരോടും, അല്ലേ? കുടുംബ ബന്ധങ്ങൾ മാത്രമല്ല, വൈയക്തിക ബന്ധങ്ങൾ, അയൽപക്ക ബന്ധങ്ങൾ, കൂട്ടുകെട്ടുകൾ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പലരുമായിട്ടും പ്രശ്നത്തിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ആളുകൾ നോമ്പിനെ സ്വീകരിച്ചിട്ട് കാര്യമല്ല. കാരണം അവന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരണ്ടേ? അവന്റെ കർമ്മങ്ങൾ അല്ലാഹുവിലേക്ക് ഉയരണമെങ്കിൽ അവൻ ആദ്യം ജനങ്ങളുമായിട്ടുള്ള ബന്ധം നന്നാക്കണം. നിങ്ങൾക്കറിയുമോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളെ കുറിച്ച് പറഞ്ഞു, അയാൾ സ്വർഗാവകാശിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുക. ആ ഇരിക്കുന്ന സദസ്സിൽ വെച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ ഈ സമയത്ത് യത്ലു അലൈക്കുമുൽ ആന റജുലുൻ മിൻ അഹ്ലിൽ ജന്ന, ഇതാ ഇപ്പോ സ്വർഗാവകാശിയായ ഒരാൾ ഈ സദസ്സിലേക്ക് വന്നെത്തി നോക്കും. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് അനസ് റളിയല്ലാഹു അൻഹുവാണ്. അദ്ദേഹം പറയാണ്, ഞങ്ങളെല്ലാവരും ഇങ്ങനെ അതിന്റെ വാതിലിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നോക്കി, ആരാണ് ആ ഭാഗ്യവാൻ എന്നുള്ളത്. ആ സമയത്തതാ ഒരാൾ വുളു എടുത്തുകൊണ്ട് താടിയൊക്കെ നനഞ്ഞ് അയാൾ ഇങ്ങനെ വരുന്നുണ്ട്. അയാളുടെ ഇടത്തെ കയ്യിൽ അയാളുടെ 2 ചെരിപ്പുകളും പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അയാൾ ഇങ്ങനെ പ്രവാചകന്റെ സദസ്സിലേക്ക് ഇങ്ങനെ എത്തി നോക്കി. എന്നിട്ട് അയാൾ അങ്ങനെ പോയി. അന്നാരും പറഞ്ഞില്ല അയാളോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിറ്റേ ദിവസം അതേ വാചകം വീണ്ടും ആവർത്തിച്ചു, ഈ സമയത്ത് നിങ്ങളിലേക്ക് സ്വർഗാവകാശിയായ ഒരാൾ എത്തി നോക്കും. കഴിഞ്ഞ ദിവസം ആരാണോ എത്തി നോക്കിയത് അതേ വ്യക്തി അതേപോലെ വുളു എടുത്തുകൊണ്ട് തന്റെ ഇടത്തെ കയ്യിൽ ചെരിപ്പും പിടിച്ചുകൊണ്ട് നബിയുടെ സദസ്സിലേക്ക് എത്തി നോക്കി. എന്നിട്ട് തിരിച്ചുപോയി. 3ാമത്തെ ദിവസവും ഇത് സംഭവിച്ചു. 3 ദിവസം ഇങ്ങനെ നടന്നപ്പോ ആ സദസ്സിലുണ്ടായിരുന്ന അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു, എന്തായിരിക്കും ആ വ്യക്തിക്ക് ഇത് കിട്ടാനുള്ള സൗകര്യം, എന്തുകൊണ്ട് ആ വ്യക്തിയുടെ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞു എന്നൊന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നേരെ ഈ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാനും എൻ്റെ വാപ്പയും തമ്മിൽ ചെറിയൊരു പ്രയാസമുണ്ട്, ചെറിയൊരു തർക്കമുണ്ട്, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ട്, അതുകൊണ്ട് ഒരു 3 ദിവസം ഞാൻ നിങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ നിന്നു. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ആ വീട്ടിൽ താമസിച്ചു. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു താമസിക്കുന്നത് ഈ വ്യക്തിയെ നിരീക്ഷിക്കാൻ വേണ്ടിയാണ്. എന്താണ് ഈ വ്യക്തി കാര്യമായിട്ട് ചെയ്യുന്നത് എന്ന് നോക്കാനാണ്. 3 ദിവസങ്ങളും നോക്കി. 3ാമത്തെ ദിവസം ഈ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ഞാനും എൻ്റെ വാപ്പയും തമ്മിലൊരു പ്രശ്നമില്ല, ഞാൻ നിങ്ങളെ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വർഗാവകാശിയായ ഒരാൾ ഈ സദസ്സിലേക്ക് എത്തി നോക്കുമെന്ന്. 3 ദിവസവും എത്തി നോക്കിയത് നിങ്ങളായിരുന്നു, അതുകൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളൊന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അപ്പോ ആ വ്യക്തി ചോദിക്കാണ്, എന്നിട്ട് നിങ്ങൾ വല്ലതും കണ്ടോ? എന്റെ കർമ്മങ്ങൾ വല്ലതും വർദ്ധിപ്പിച്ചതായിട്ട് നിങ്ങൾ കണ്ടോ? അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഇല്ല, ഞാൻ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമേ നിങ്ങൾ ചെയ്യുന്നുള്ളൂ, പക്ഷെ നിങ്ങൾ എന്താണ് ധാരാളമായിട്ട് ചെയ്യുന്നത്? ആ സമയത്ത് ആ വ്യക്തി പറയുകയാണ്, ആരാണ് ആ വ്യക്തി എന്നറിയുമോ? സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയാണ്, അബ്ദുല്ലാ, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, സാധാരണ നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പിക്കാം, എനിക്ക് ഒരാളോടും
ഒരു വെറുപ്പോ വിദ്വേഷമോ അസൂയയോ പകയോ ഒരാളോടുമില്ല. ഇത് ആ വ്യക്തി പറഞ്ഞതും അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു അൻഹു പറയാണ്, ഹാദിഹില്ലതി ബലഗതു ബി വഹിയല്ലതി ലാ നുതീഖ്. ഇതന്നെയാണ് നിങ്ങൾക്കത് കിട്ടാനുള്ള കാരണം. പക്ഷേ പല ആളുകൾക്കും ഇതിലേക്ക് എത്താൻ കഴിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പരിശോധിക്കാം, നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കാം. നമ്മളിൽ എത്ര ആളുകൾക്ക് ആ ഒരു കാര്യം എടുത്തു പറയാൻ കഴിയും? നമ്മുടെ സഹോദരന്മാരുടെ വിഷയത്തിൽ, നമ്മുടെ കുടുംബക്കാരുടെ വിഷയത്തിൽ, നമ്മുടെ സുഹൃത്തുക്കളുടെ വിഷയത്തിൽ ഒരാളോടും എനിക്ക് പകയില്ല, എനിക്ക് വിദ്വേഷമില്ല എന്ന് പറയാൻ കഴിയും? അവിടെയാണ് നമ്മുടെ മുൻഗാമികൾ ആ ഒരു തരത്തിലുള്ള മാറ്റം തയ്യാറാക്കിയത്. അതുപോലെ തന്നെ സാമൂഹികമായ ഒരുക്കത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. വലിയ പുണ്യം കിട്ടുന്ന കാര്യം, സാമൂഹികമായി കൊണ്ട് നമ്മൾ വിളിക്കേണ്ട ഒരു കാര്യമാണത്. നമ്മുടെ കുടുംബത്തിലും പരിചയത്തിലും അയൽപക്കത്തിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് നോമ്പ് തുറപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പുണ്യമായിട്ട് എണ്ണി പറയുകയാണ്, മൻ ഫത്തറ സായിമൻ കാന ലഹു മിസ്ലു അജ്രിഹി ഗൈറ അന്നഹു ലാ യൻഖുസു മിൻ അജ്രി സ്സായിമി ഷൈആ. ആരെങ്കിലും നോമ്പുകാരനായ ഒരാളെ വിളിച്ചുകൂട്ടി അയാളെ നോമ്പ് തുറപ്പിച്ചാൽ ആ നോമ്പെടുത്ത വ്യക്തിക്ക് എത്രയാണോ പ്രതിഫലം അതിൽ ഒന്നും കുറയാത്ത രൂപത്തിൽ നോമ്പ് തുറപ്പിച്ചവനും കിട്ടും. നമ്മൾ ഒരാളെ നോമ്പ് തുറപ്പിച്ചാൽ നമ്മുടെ നോമ്പിന്റെ പ്രതിഫലവും അയാളുടെ നോമ്പിന്റെ പ്രതിഫലവും നമുക്ക് കിട്ടും. അയാൾക്ക് വേറുണ്ട്. അയാൾക്കുള്ള പ്രതിഫലം എത്രയാണോ അല്ലാഹു കൊടുക്കുന്നത് അതിൽ ലാ യൻഖുസു, കുറവ് വരാത്ത രൂപത്തിൽ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദായ ഹമ്മാദ് ബിൻ സലമ റഹ്മത്തുള്ളാഹി അലൈഹി വലിയ പണ്ഡിതനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം സാമ്പത്തികമായി കുറച്ച് കഴിവുള്ള ആളായിരുന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, എല്ലാ റമദാനിലും എല്ലാ ദിവസത്തിലും 500 ആളുകളെ വിളിച്ചുകൊണ്ട് അദ്ദേഹം നോമ്പ് തുറപ്പിക്കും. 500 ആളെ എല്ലാ ദിവസവും, ഏതെങ്കിലും ഒരു ദിവസമല്ല, എല്ലാ ദിവസവും. എന്നിട്ടോ നോമ്പ് തുറപ്പിച്ചതിന് ശേഷം എല്ലാ നോമ്പും കഴിഞ്ഞാൽ 500 ആളുകൾക്ക് ഭക്ഷണവും അദ്ദേഹം കൊടുക്കുന്നു, 500 ആളുകൾക്ക് വസ്ത്രവും കൊടുക്കും. അതിന് അദ്ദേഹത്തോട് കാരണം അന്വേഷിച്ചു. അതിന് മാത്രം വലിയ പൈസ ഉണ്ടോ? അതിന് അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? എനിക്ക് കിട്ടുന്ന ഈ ഒരവസരം അത് ഞാൻ ഉപയോഗപ്പെടുത്തുക. പണം എടുത്തു വെച്ചിട്ട് കാര്യമില്ല, എടുത്തു വെച്ചത് കൊണ്ട് കാര്യമില്ല. ഞാൻ എത്രത്തോളം നോമ്പ് തുറപ്പിക്കുന്നുണ്ടോ അതിനനുസരിച്ചുകൊണ്ട് അത്രയും ആളുകളുടെ പ്രതിഫലം എനിക്ക് കിട്ടും. 500 ആളെ നോമ്പ് തുറപ്പിച്ചാൽ 500 + 1 501 ആളുകളുടെ നോമ്പെടുത്ത പ്രതിഫലം കിട്ടും. പ്രിയപ്പെട്ടവരെ, വലിയ പുണ്യമുള്ള കാര്യമാണ്. പക്ഷേ പല ആളുകളും അതിനെ നിസ്സാരവൽക്കരിക്കുന്നു എന്നതൊരു സത്യമാണ്. 6ാമത്തെ വിഷയം, റമദാനിന്റെ മുന്നോടിയായി കൊണ്ടുള്ള ഒരുക്കത്തിൽപ്പെട്ടതാണ് ദിനചര്യകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒരുക്കമുണ്ടാവുക എന്നുള്ളത്. നമ്മൾ റമദാനിന്റെ മുന്നോടിയായി ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തുന്നതോടൊപ്പം നമ്മുടെ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മുടെ ദിനചര്യകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില മാറ്റങ്ങൾ ഉണ്ടാവണം. ഇപ്പോഴും സുബഹിക്ക് എഴുന്നേൽക്കാത്ത ആളുകളുണ്ട്. അവരോടാണ് ഓർമ്മപ്പെടുത്താനുള്ളത്, റമദാനിൽ മാത്രമായി കൊണ്ട് ഒരു സുബഹി നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. ഒരാൾ സുബഹി നിസ്കരിക്കണില്ല എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിൽ ഒരു ബറക്കത്തുമില്ല. ഒരു സുബഹി ജമാഅത്ത് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ അവന്റെ വീട് കരിച്ചു കളയുന്ന രൂപത്തിലാണ് ഇസ്ലാമിക നിയമമുള്ളത്. സുബഹി വീട്ടിൽ നിസ്കരിക്കേണ്ടതല്ല. മനുഷ്യ സഹജമായി എപ്പോഴെങ്കിലും ഉറക്കത്തിൽപ്പെട്ടുപോയി, നമ്മൾ ഉണർന്നപ്പോഴേക്ക് ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി എങ്കിൽ അപ്പോൾ ഓർമ്മ വന്നാൽ അല്ലെങ്കിൽ ഉണർന്ന സമയത്ത് നിർവഹിക്കുക. അതല്ലാതെ സ്ഥിരമായി സുബഹി നമസ്കാരം നഷ്ടപ്പെടുത്തുന്ന, ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്ന, പള്ളിയിൽ പോകാത്ത ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഗൗരവത്തിലെടുക്കണം. അതുപോലെ തന്നെ ദിനചര്യയിൽപ്പെട്ട വലിയ ഒരു കാര്യമാണ് രാത്രി നമസ്കാരം എന്നുള്ളത്. പലരും കാത്തിരിക്കുകയാണ് റമദാൻ വരട്ടെ എന്നിട്ട് വേണം തറാവീഹ് തുടങ്ങാൻ. ശരിയാണ്, തറാവീഹ് റമദാനിൽ തന്നെയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിൽ മാത്രമായി കൊണ്ടല്ല രാത്രി നമസ്കരിച്ചിട്ടുള്ളത്. ഇന്നലെയും നമസ്കരിക്കാമായിരുന്നു, ഇന്നും നമസ്കരിക്കാം. രാത്രി നമസ്കാരങ്ങൾ നമ്മുടെ മുൻഗാമികളൊക്കെ വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ടിരുന്നത്. നിങ്ങൾക്കറിയുമോ, സഹാബിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ശദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ, രാത്രി ഉറങ്ങാനായിട്ട് വീട്ടിലേക്ക് വന്നാൽ ചരിത്രത്തിൽ കാണാൻ കഴിയും, ഒരു തിളച്ച ചട്ടിയിലിങ്ങനെ കടുകിട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ധാന്യമണികൾ ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന രൂപത്തിൽ, അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിക്കുന്ന രൂപത്തിൽ അദ്ദേഹത്തിന് കിടക്കാൻ കഴിയാത്തൊരവസ്ഥ. അദ്ദേഹം തിരിഞ്ഞും മറിഞ്ഞിങ്ങനെ കിടക്കും.
അദ്ദേഹത്തിന് ഉറക്കം വരൂല. ആ സമയത്ത് അദ്ദേഹം നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അല്ലാഹുമ്മ ഇന്നന്നാർ ഖദ് അദ്ഹബത അന്നി നൗം. അല്ലാഹുവേ, നരകത്തെക്കുറിച്ചുള്ള ഓർമ്മ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഭയം എന്നിൽ നിന്ന് ഉറക്കത്തെ അകറ്റി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് നമസ്കാരം നിർവഹിക്കാത്തതിന്റെ പേരിൽ, രാത്രി നിസ്കാരം ഒഴിവാക്കിയതിന്റെ പേരിൽ ഉറക്കം നഷ്ടപ്പെട്ടവരല്ല നമ്മൾ. ഒരു പക്ഷേ രാത്രി 12 മണിവരെയും 1 മണിവരെയും ഫോണിൽ ഇങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടും മെസ്സേജ് അയച്ചുകൊണ്ടും അല്ലെങ്കിൽ റീലുകൾ കണ്ടുകൊണ്ടും സിനിമ കണ്ടുകൊണ്ടും ചെലവഴിക്കുന്നവരുണ്ടാകും സമൂഹത്തിൽ. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, രാത്രി നമസ്കാരത്തിന് വേണ്ടി അങ്ങനെ ഒരു സമയം മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ. റമദാൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കണ്ട. അതിന് മുന്നോടിയായിക്കൊണ്ട് നമ്മുടെ മുൻഗാമികളൊക്കെ ആ നരകത്തിന്റെ ഭയപ്പാടോടുകൂടി നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിയണം ഒരു 3 റക്അത്തെങ്കിലും, ഒരു 5 റക്അത്തെങ്കിലും, എത്രയാണോ നമുക്ക് കഴിയുന്നത് ആ രാത്രി നമസ്കാരം ഇന്നു മുതൽ തന്നെ തുടങ്ങാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ പറഞ്ഞ ഓരോ ഒരുക്കങ്ങളും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധ കൊടുക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ റമദാനാകുന്ന അതിഥിയെ സ്വീകരിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റമദാനിൻ്റെ മുന്നോടിയായി ഒരു വിശ്വാസി ഒരുങ്ങേണ്ടതായ 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. എന്നാൽ റമദാനിൽ മാത്രമല്ല, റമദാനിൻ്റെ മുന്നോടിയായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും മുൻഗാമികളും നിർവഹിച്ച വലിയ ഒരു പുണ്യപ്രവർത്തനമാണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഹദീസിൽ കാണുവാൻ സാധിക്കും, കാന അജ്വദുന്നാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിച്ചു വീശുന്ന ഒരു കാറ്റിനെ പോലെ എന്താണോ കയ്യിലുള്ളത് അത് കൊടുക്കുന്ന അവസ്ഥയായിരുന്നു. എത്രയാണോ ഉള്ളത് അത് കൊടുക്കും. അത്രത്തോളം ദാനധർമ്മങ്ങൾക്ക് പ്രാധാന്യമുള്ള മാസങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കേവലം റമദാൻ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കേണ്ടതില്ല. അതിൻ്റെ മുമ്പും നമ്മുടെ മുൻഗാമികൾ ധാരാളമായി കൊണ്ട് ധർമ്മം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ധർമ്മം ചെയ്യുക എന്നുള്ളത്, ദാനം ചെയ്യുക എന്നുള്ളത് അള്ളാഹുവിന് കടം കൊടുക്കുക എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അള്ളാഹ്ക്ക് കടം കൊടുക്കുക. നമ്മൾ അള്ളാഹ്ക്ക് വല്ലതും കൊടുക്കേണ്ടതുണ്ടോ? അള്ളാഹ്ക്ക് വല്ല സമ്പത്തിൻ്റെയും ആവശ്യമുണ്ടോ? എന്നാൽ അള്ളാഹുവിന് ആരാണോ കടം കൊടുക്കുന്നത് അള്ളാഹു അത് ഇരട്ടിക്കിരട്ടിയായി നൽകുന്ന. നമുക്ക് പരിചയമുള്ള ഒരു വ്യക്തി വലിയ സമ്പന്നനാണ്. ഒരു വഴിയിൽ വെച്ചുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ കണ്ടു. അയാൾ പറയാണ്, എൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു, എൻ്റെ ഫോണിലെ ഗൂഗിൾ പേ ആണെങ്കിൽ വർക്ക് ചെയ്യുന്നില്ല, നിങ്ങൾ അത്യാവശ്യമായിട്ട് 1000 രൂപ തരണം എന്ന് പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ നമ്മൾ കൊടുക്കും. കാരണം അയാൾ വലിയ സമ്പന്നനാണ്. നമ്മൾ കൊടുത്താൽ ആ പണമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ തരാൻ കഴിവുള്ള ആളാണ്. ഒരു പക്ഷേ നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ വല്ല സഹായം ചോദിച്ചാൽ, വലിയ സഹായം ചോദിച്ചാൽ പോലും തരാൻ കഴിവുള്ള ആളാണ്. അങ്ങനെ ഒരാൾക്ക് നമ്മൾ സാമ്പത്തികമായിട്ട് സഹായിക്കൂലേ? അങ്ങനെ ഒരാൾക്ക് നമ്മൾ സാമ്പത്തികമായി കടം കൊടുക്കൂലേ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ ചോദിക്കുകയാണ്, മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന. ആ ചോദ്യം നോക്ക്, ആരുണ്ട് അള്ളാഹുവിന് ഒരു നല്ല കടം കൊടുക്കുവാൻ? അള്ളാഹ്ക്ക് കടം കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? അള്ളാന്റെ ചോദ്യ. അള്ളാഹ്ക്ക് ആരുടെയും സമ്പത്ത് ആവശ്യമല്ല. പക്ഷേ അള്ളാന്റെ മാർഗത്തിൽ ഒരാൾ കൊടുക്കുക എന്നുള്ളത് അള്ളാഹ്ക്കുള്ള കടമായിട്ടാണ് നിന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫയുളാഇഫഹു ലഹു. അങ്ങനെ ആരെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിന് ആരാണോ കൊടുക്കുന്നത് അവനത് ഇരട്ടിക്കിരട്ടിയായി അള്ളാഹു വർദ്ധിപ്പിക്കുന്നതുമാണ്. വലഹു അജ്റുൻ കരീം. അയാൾക്ക് മാന്യമായ പ്രതിഫലവും അള്ളാഹു നൽകും. ഇരട്ടിക്കിരട്ടിയായി കൊടുക്കുമെന്ന് മാത്രമല്ല, അതിനപ്പുറം അള്ളാഹു കരീമായ മാന്യമായ ഒരു പ്രതിഫലം അയാൾക്ക് നൽകുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, വലിയ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ദാനധർമ്മം എന്നുള്ളത്, അള്ളാഹ്ക്കുള്ള കടം. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്കൊരുപാട് അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളിൽ ഒരവസരം ഓർമ്മപ്പെടുത്തട്ടെ, നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ, അതിനുശേഷം നമ്മളിൽ പലരുടെയും സാമ്പത്തികമായ സഹായം കാരണത്താൽ നമ്മുടെ പള്ളി ഏകദേശം നല്ല റാഹത്തിൽ തന്നെയുള്ളത്. പക്ഷേ ഇപ്പോഴും ശക്തമായ ചൂടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.
ഒരു പക്ഷേ ഇനി അങ്ങോട്ട് റമദാനിലേക്ക് കടക്കുമ്പോൾ ഈ പാലക്കാടിന്റെ ചൂട് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല, എന്നേക്കാൾ കൂടുതൽ അതിനെക്കുറിച്ച് അറിയുന്നവർ നിങ്ങളാണ്. എങ്കിൽ നമ്മളിവിടെ ഏതാനും AC വാങ്ങുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നുണ്ട്. വലിയ ഒരു ചെലവ് അതിനുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മപ്പെടുത്തേണ്ടതില്ലല്ലോ. ഒരു പക്ഷേ നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ കുട്ടികളൊന്ന് ചൂടിനെക്കുറിച്ച് പരാതി പറഞ്ഞാൽ, നമ്മുടെ ഭാര്യ അതിനെക്കുറിച്ചൊന്ന് പരാതി പറഞ്ഞാൽ എത്ര ത്യാഗം ചെയ്തുകൊണ്ടും നമ്മളത് വാങ്ങിക്കൊടുക്കും. കാരണം നമ്മൾ അവരെ സ്നേഹിക്കുന്നുണ്ട്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, അള്ളാന്റെ പള്ളിയിലേക്ക്, അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ ഒരു സഹായം, നമ്മളാൽ കഴിയുന്ന രൂപത്തിലുള്ള ഒരു സഹായം നമ്മൾ നൽകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ആ ഒരു അവസരം നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ പള്ളിയുമായിട്ടൊക്കെ ഒരുപാട് സഹകരിച്ച ഒരു സഹോദരൻ, അദ്ദേഹം ഗൾഫിൽ നിന്ന് ആക്സിഡന്റ് പറ്റി നാട്ടിലെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥനയിൽ അദ്ദേഹത്തെ കൂടി ഉൾപ്പെടുത്തുക. അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളൊക്കെ അല്ലാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അതുപോലെ തന്നെ നമ്മുടെ പള്ളിയിൽ വരാറുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഇപ്പോഴും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നാണ് ചില പ്രയാസങ്ങൾ കാരണത്താൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെയും ശാരീരികമായ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ചയിലും അതിനു മുമ്പ് നമ്മൾ ഓർമ്മപ്പെടുത്തിയ ഒരു കുട്ടിയുടെ കാര്യം, 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ കാര്യം, ഇന്ന് ആ കുട്ടിക്കൊരു മേജർ സർജറി പറഞ്ഞിരിക്കുകയാണ്. ആ കുട്ടിയുടെ രക്ഷിതാക്കൾ ഇന്നലെയും ഓർമ്മപ്പെടുത്തിയിരുന്നു പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുട്ടിക്ക് എന്താണോ ഖൈറുള്ളത് ആ ഖൈറിലേക്ക് എത്തിക്കുമാറാവട്ടെ. പരിപൂർണമായ ശമനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിലും നമ്മുടെ പരിചയത്തിലുമൊക്കെ ഒരുപാട് ആളുകൾ രോഗികളായി പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ എല്ലാം പ്രയാസങ്ങൾ അല്ലാഹു നീക്കി കൊടുക്കുമാറാവട്ടെ. സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും ബുദ്ധിമുട്ടുന്നവർ നമുക്കിടയിലുണ്ട്. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അല്ലാഹു നീക്കി തരുമാറാവട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗ്ഗം നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات اللهم اجرنا